ഇന്ന് നമുക്ക് പഴം കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു കട്ട് ശർക്കര. ശർക്കര കാണാൻ നല്ല ഭംഗിയുണ്ട്, മൈസൂരിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് നല്ലൊരു ഷേപ്പ്. ഇനി നമ്മൾ എടുത്തുള്ള പഴം കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ പഴം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 5-8 മിനിറ്റോളം നമ്മളൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ശർക്കര, നമ്മൾ നോർമൽ ശർക്കരയുടെ ഒരു 1.5 കട്ട ശർക്കരയുടെ ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് ഉരുക്കിയെടുത്തേക്കാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പഴവും ഈ ശർക്കര പാനിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 4 ഏലക്കായും ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.5 പിടി നാളികേരം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ശർക്കര പാനി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. കശുവണ്ടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു ലൂസ് പരുവായിട്ടാണ് നേന്ത്രപ്പഴം ശർക്കരയും കൂടിയുള്ള മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ടൈറ്റായി വരുന്ന രീതിക്കാണ് നമ്മൾക്ക്. അപ്പോൾ കുറേശ്ശെ പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം ആവുന്നത് വരെ, അധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഇത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പാനിൽ നന്നായി വിട്ട് വരുന്ന സമയം സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് 2 സൈഡും മടക്കി കൊടുത്തിട്ട് ഒന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ഇതിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഓണമൊക്കെ ആയിട്ട് പഴമൊക്കെ ഇഷ്ടംപോലെ വീട്ടിൽ ബാലൻസ് ഉണ്ടാവും. ഇനി പഴം കൊണ്ട് ആവും തല്ല് കുറച്ച് ദിവസത്തിന്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ 10 മിനിറ്റ് നമുക്കിതിന് ടൈം വേണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.